നിനക്കെന്താ തീരെ നടക്കാൻ വയ്യേ? ഞാൻ വന്നോണ്ടിരിക്കല്ലേ, അമ്മയ്ക്കെന്താ എന്റെ കൈ പിടിച്ചോണ്ട് നടക്കണോ? കൊറേ മക്കളുണ്ടായിട്ട് എന്താ കാര്യം? ഒരെണ്ണത്തിനെ കൊണ്ട് ഉപദ്രവമല്ലാതെ ഒരു ഉപകാരം. അമ്മ വലിയ ധൈര്യശാലിയല്ലേ, തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോയാലെന്താ? നിന്നെയൊക്കെ പിന്നെ എന്തിനാണ് തീറ്റന്ന് ഇത്രയും വളർത്തി വലുതാക്കി വെച്ചിരിക്കുന്നേ? അമ്മയ്ക്ക് പേടിയല്ലേ? പുറമേ കാണുന്ന ശൗര്യമൊക്കെ ഉള്ളൂ, മനസ്സിലായി. നരേന്ദ്രൻ തമ്പി ജീവിച്ചിരുന്നപ്പോ ഞാൻ പേടിച്ചിട്ടില്ല, പിന്നെയാണ് നരേന്ദ്രന്റെ പ്രേതം. ഇങ്ങോട്ട് ഓടി. എന്താണ് അവിടെ ഒരു നിഴല് പോലെ? അയ്യോ പ്രേതം! അയ്യോ നരേന്ദ്രന്റെ പ്രേതം! ഒരു കൈ തന്ന് സഹായിക്കണേ. അയ്യോ അമ്മ! വേണ്ട, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം, നാളെ തന്നെ പോയിക്കോളാം. അയ്യോ പ്രേതം! ഞാൻ കണ്ടു, നരേന്ദ്രന്റെ പ്രേതം തന്നെയാ. അയ്യോ ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ. അയ്യോ അയ്യോ അമ്മേ! അയ്യോ ഈശ്വര, പറഞ്ഞേ രക്ഷിക്കണേ. അയ്യോ അയ്യോ അമ്മേ! എടീ മോളെ, വല്ലതും വയറ് നിറച്ച് കഴിക്കേ. ഇത് ഒരുമാതിരി ഉറുമ്പ് ചോറെടുത്തോണ്ട് പോകുന്ന പോലെ. കണ്ടില്ലേ കോലം, വല്ലതും കഴിച്ചിട്ട് വേണ്ടേ നന്നാവാൻ? എനിക്ക് ഇത്രയും നന്നായാ മതി. തടിച്ച് വീപ്പക്കുറ്റി പോലെ ഇരിക്കുന്നതാണോ നന്നാവില്ലേ? ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ, ചുമ്മാ നാണം കെടുക എന്നല്ലാതെ. അച്ഛാ ഫോൺ. സുധയ എടുക്കണോ? എടുക്ക്, അവിടെ എന്താ വിശേഷം അറിയാലോ. ഓ, പരാതിയും പരിഭവമായിരിക്കും. ആ ഹലോ സുധേ. ചന്ദ്രേട്ട, ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ആ, നിനക്കെപ്പോഴും സംഭവങ്ങളല്ലേ ഉള്ളൂ. ആ പറ. ചന്ദ്രേട്ട, നരേന്ദ്രൻ തമ്പിയുടെ പ്രേതം ഇവിടെ ഉണ്ട്. എന്താടി നീ പറഞ്ഞ? പ്രേതവും? നീ എന്താ രാത്രി ആളെ വിളിച്ച് കളിയാക്കുക? അല്ല ചന്ദ്രേട്ട, സത്യാ പറയുന്നേ, ഞങ്ങൾ എല്ലാവരും കണ്ടു. നിനക്ക് തോന്നിയതായിരിക്കും. നരേന്ദ്രൻ തമ്പിയുടെ പ്രേതം. ചുമ്മാ വട്ടു പറയാതെ പോയി കിടന്ന് ഉറങ്ങടി. അയ്യോ വെറുതെ പറയുന്നല്ല ചന്ദ്രേട്ട, ഒന്ന് വിശ്വസിക്കേ. ആദ്യം അടുക്കളയിലാ പ്രത്യക്ഷപ്പെട്ടത്. നരേന്ദ്രനെ കണ്ട് വിജിത ബോധം കെട്ട് വീണു. അത് കഴിഞ്ഞ് കോണിപ്പടിയുടെ കീഴിൽ വെച്ച് കുഞ്ഞമ്മയെ പേടിപ്പിച്ചു. പിന്നെ കോണിപ്പടിയിലൂടെ കേറി വന്ന് അട്ടഹസിച്ച് ഞങ്ങളെല്ലാവരെയും പേടിപ്പിച്ചു. സത്യമാണോ ഇതൊക്കെ? ആ,
ഇല്ലെങ്കിൽ ദേ പിള്ളേരോട് ചോദിച്ചു നോക്ക്. ഡാഡി പറഞ്ഞു കൊടുക്ക്. അങ്കിളെ ആ ഞാനാടി പറഞ്ഞു. സത്യം അങ്കിളെ, ഞാനും കണ്ടു. ചുമ്മാ പൊട്ടിച്ചിരിക്കുക സ്റ്റെയർകേസിന്റെ ചൂടെ നിന്നോണ്ട്. ഇങ്ങോട്ട് തന്നെ ചന്ദ്രേട്ടാ. ഞങ്ങള് മാത്രമല്ല, മഹിമയും നീലിമയും കണ്ടു. എന്നിട്ടാ പ്രേതം ഇപ്പൊ എവിടുണ്ട്? താഴത്തെ നിലയിൽ എവിടെ ഉണ്ട് ചന്ദ്രേട്ടാ? ഞങ്ങളെല്ലാം പേടിച്ച് മുറി കയറിയിരിക്കുക. ആ അവിടെ തന്നെ ഇരുന്നാ മതി. എന്തായാലും പ്രേതം മുറിക്കകത്ത് കയറി വരില്ല. ചന്ദ്രേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വരുവോ? ഞാൻ ഈ പാതിരായ്ക്ക് അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? പ്രേതമായിട്ട് ഗുസ്തി പിടിക്കാനോ? ആ നാളെ നേരം വിളിക്കട്ടെ. നമുക്ക് ഏതെങ്കിലും ജ്യോത്സ്യരെ കൊണ്ടുവന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കാം. നിങ്ങൾ അവിടെ അടങ്ങിക്കിടക്ക്. നാളെ കാണാം. ചന്ദ്രേട്ടാ. അവിടെ എന്ത് പ്രേതബാധയോ? ആ നരേന്ദ്രന്റെ പ്രേതം ഇറങ്ങിയെന്ന്. അവിടെ എല്ലാം നടന്നവരെ പേടിപ്പിക്കുകയാണെന്ന്. അച്ഛൻ എന്തായി പറയുന്നേ? ഇന്നത്തെ കാലത്ത് പ്രേതോ? നമ്മൾ 21-ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നേ? പിന്നല്ലാതെ പ്രേതാത്രേ. വേഗം കഴിക്ക്, വൈകിക്കണ്ട. ആ ചപ്പാത്തിയായിരുന്നു. എനിക്കും കൂടെ തന്നേക്ക്. വേണോട്ടിന് എന്താ ഇത്ര ധൃതി? 9:30 പോയാ പോരെ? പിള്ളേര് സ്കൂളിൽ പോകുന്ന ഒപ്പം തന്നെ പോണോ? എപ്പോഴായാലും കഴിക്കണ്ടേ? ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. എടുത്തു തരാനും വിളമ്പാനൊന്നും കൈ ഒഴിവില്ല. അതുകൊണ്ടാ പറഞ്ഞേ. ഇതുകൂടി കഴിക്കുമോളെ. എനിക്കും വല്ല സ്കൂൾ കുട്ടിയായിരുന്ന മതിയായിരുന്നു. മതി ചേച്ചി. സാന്ദ്രമോളുടെ ഓട്ടോ വന്നോ? കേറ്റി വിട്ടോ അവളെ? അയ്യോ നോക്കണേ, വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയിട്ടില്ല അവള്. നീ എല്ലടി അതൊക്കെ ഓർമ്മിച്ച് സ്കൂൾ ബാഗ് വെച്ചു കൊടുക്കേണ്ടത്. വേണോട്ടിന് എന്താ പണി? ഒരു കുടുംബത്തിലെ ജോലി മുഴുവൻ ഭാര്യയുടെ തലയിലോട്ട് വെച്ചു കൊടുത്തിട്ട് സുഖിച്ച് നടക്കുക. തിന്നുക, കുടിക്കുക, ഓഫീസിൽ പോയിരുന്നു ഉറക്കം തൂങ്ങുക. ഭാര്യ ഒഴികെയുള്ള പെണ്ണുങ്ങളോടെല്ലാം അലിവും സ്നേഹവും കാണിക്കുക. ഭാര്യയും മക്കളെയും ചീത്ത വിളിക്കുക. മൂക്കറ്റം കുടിച്ചിട്ട് വന്ന് കിടന്നുറങ്ങുക. ഹോ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ആണായിട്ട് ജനിച്ചാ മതിയായിരുന്നു. മോളെ, ഇത്തിരി ചൂടുവെള്ളം വേണം. അമ്മ ലേശം വെയിറ്റ് ചെയ്യണേ. സ്കൂളിലും ഓഫീസിലും പോകാനുള്ളവർ പൊയ്ക്കോട്ടെ. എല്ലാം എടുത്തല്ലോ അല്ലേ? ബുക്സ്, ബോക്സ്, ലഞ്ച്, കൂട, വാട്ടർ ബോട്ടിൽ, ഹോംവർക്ക് ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല ചേച്ചി. ഒന്നേ പോട്ടേച്ചി. സൂക്ഷിച്ചു പോണേ. അല്ല അതെ, ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. ഇതിന്റെ ബാക്കി കയറി ഇരുന്നാ പോരെ? ബസ്സിൽ തിക്കി തിരക്കി പോണോ? വേണ്ട വേണമെങ്കിലേ, അവള് ബസ് കയറി പൊക്കോളും. ആ ചിലർക്ക് അതാ സുഖം. ആമ്പിളേരെ ഇടയ്ക്ക് ഒന്നും ഞെങ്ങി ഞെരിങ്ങി പോവാല്ലോ. മോള് ചെല്ല്. ദാമേ,
ഞാൻ തന്നെയാ ജീവനോടെ. കോളിംഗ് ബെൽ അടിച്ചിട്ട് കുറെ നേരം ആയല്ലോ. ആരുടെയും വർത്തമാനം പോലും കേൾക്കുന്നില്ല. ഒന്ന് നോക്കിയേ മോളെ. അമ്മുനെ കഴിക്കാനും വിളിച്ചോ? ചെറിയൊരു പനിയുണ്ട്. എങ്ങനെയുണ്ട് കുഞ്ഞമ്മേ? പനി കുറഞ്ഞോ? പേടിച്ച പനിയല്ലേ, അത് പോണെങ്കിൽ ഒരാഴ്ച എടുക്കും. ഇവിടെ ആരാ പേടിക്കാത്തെ? ഓ, എന്തായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ ബഹളം? അത് നരേന്ദ്രന്റെ പ്രേതം തന്നെ ആയിരുന്നു കുഞ്ഞമ്മേ. അത് തന്നെ, ഞാൻ ശരിക്കും കണ്ടതല്ലേ, തൊട്ടടുത്ത്. എനിക്ക് ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഞാൻ ലൈറ്റ് അണയ്ക്കാൻ ചെന്നപ്പോ അവിടെ അങ്ങനെ നിൽക്കുവോ, എന്നിട്ടൊരു നോട്ടം പിശാച് നോക്കുന്ന പോലെ തന്നെ. ഇതിനു മുമ്പ് പിശാച് നോക്കിയിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ. സിനിമയിലെ പോലെ തന്നെ ഒരു വേഷം കെട്ടായിരുന്നോ എന്നാണ് ഇപ്പൊ എന്റെ ഒരു സംശയം. വേഷം കേട്ടോ, അത് നരേന്ദ്രൻ തന്നെയാ. എനിക്കറിഞ്ഞൂടെ എന്റെ കൂടപ്പുറപ്പിനെ കണ്ടാൽ. പിന്നീട് എങ്ങോട്ട് പോയാ പ്രേതം? അതാ അതിശയം. നിന്ന നിപ്പിൽ കാണാനില്ല, പുക പോലെ അങ്ങ് മാഞ്ഞു. അങ്ങനെയാ പ്രേതങ്ങള്.
വായുവില് അങ്ങ് അലിഞ്ഞു പോകും. എന്നിട്ട് ഓർക്കാപ്പുറത്ത് മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഇന്നലെ അടുക്കള വെച്ച് ഞാൻ അങ്ങനല്ലേ കണ്ടത്. എങ്ങനെയാ കണ്ടത്? ഞാനുണ്ടല്ലോ, സ്വിച്ച് ഓഫ് ചെയ്യാൻ വരുമായിരുന്നു. ദിന്നൊരു നിഴലണക്കം. നോക്കുമ്പോ എടുത്തു വെച്ച കണക്കങ്ങ് നിൽക്കുക. എന്നിട്ട് തല തിരിച്ചൊരു നോട്ടം. എന്റെ അമ്മേ, എന്റെ അന്തം കത്തിപ്പോയി. 8 അടി പൊക്കമില്ലായിരുന്നോടി അതിന്? എനിക്ക് അത്രയും പൊക്കം തോന്നിയില്ല. എന്നാലും ഒരു 7-7.5 അടി കാണും. ദേ നിൽക്കുന്നൊരെണ്ണം. അല്ല, പ്രേതത്തിൽ വിശ്വാസമില്ലാത്ത ഒരുത്തി. ഇപ്പൊ നിനക്ക് വിശ്വാസമായോടി? അമ്മ, അത് പിന്നെ നരേന്ദ്രൻ തമ്പി തന്നെ ആണെങ്കിൽ വിശ്വസിച്ചല്ലേ പറ്റൂ. ആരെങ്കിലും മുഖംമൂടി വെച്ചോണ്ട് വന്നതാണോ ആവോ? പിന്നെ മുഖംമൂടി ഇന്ന് രാത്രിയിലും വരുവോ ആവോ? അവിടെ തൂത്തില്ലല്ലോ. ആരെ കൊണ്ട് പറ്റൂ ഈ മുറ്റം മുഴുവൻ തൂത്തുവാരാൻ? ഇങ്ങനെ ആടി തൂങ്ങി നിന്നാ തീരത്തില്ല. നല്ല ഉഷാറായിട്ട് നിന്ന് ചെയ്യണം. ഇതിപ്പോ ആർക്കാണ്ട് വേണ്ടി ഓക്കാനിക്കുന്ന പോലെ. ഞാനെന്താ നിങ്ങളുടെ വേലക്കാരിയാണോ? അല്ലല്ലോ. എനിക്കൊരു നല്ല ബുദ്ധി തോന്നി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാന്ന് വെച്ചപ്പോ എന്നെ ഭരിക്കാൻ വരുന്നോ? ഇന്നലെ രാത്രി നിങ്ങൾ കണ്ട പ്രേതം ഇപ്പോഴില്ല. ഇപ്പൊ നേരം വെളുത്തില്ലേ? ചേച്ചിക്ക് സുഖാണല്ലോ അല്ലേ? സംശയിക്കണ്ട, പച്ച മനുഷ്യരാ. നരേന്ദ്രൻ തമ്പി തന്നെ. ചേച്ചി ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. എന്തൊക്കെ ചെയ്തിട്ട് ഇവൻ ചത്തില്ലല്ലോ എന്നുള്ള അതിശയമല്ലേ? എന്തെല്ലാം ചെയ്തു എന്റെ ജീവൻ എടുക്കാൻ. ചേച്ചി, അമ്മിക്കല്ലിൽ വെച്ച് അരച്ച് കുഴമ്പാക്കിയാലും ചാവില്ല ഞാൻ. ജനിച്ചപ്പോഴേ തലയിലൊരു വര വരച്ചിട്ടുണ്ട്. ആയുസിന്റെ നീളാത്. അത് തീരണ്ടേ? ചേച്ചിയുടെ മക്കളൊക്കെ ഇവിടുന്ന് വേറെ വീട്ടിലേക്ക് താമസം മാറ്റിയെന്ന് കേട്ടല്ലോ. സബ് ജയിലാണോ സെൻട്രൽ ജയിലാണോ? എന്തായാലും അധികം താമസിയാതെ അവർക്ക് ജാമ്യം കിട്ടും. ഞാനുണ്ടല്ലോ ജീവനോടെ. പിന്നെയും അധികം താമസമില്ലാതെ അവർക്ക് അകത്തോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യാം. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ലല്ലോ. കണക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ. ചേച്ചി അങ്ങോട്ട് പോവാൻ നിൽക്കണോ? പൊയ്ക്കളയല്ലേ? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്.